ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് അറിയാം നിങ്ങൾ ആഹ്ലാദം കൊണ്ടും അല്ലെങ്കിൽ പറഞ്ഞ കാര്യം അതുപോലെ നടന്നതുകൊണ്ട് പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റി. കൃത്യമായ സമയത്ത് കൃത്യമായ ഒരു ഡയറക്ഷൻ തന്നുകൊണ്ട് അത് ധാരാളം പേർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി അല്ലേ. ഇപ്പം നമ്മൾ ഇന്നലെ ഞാൻ ആ ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞപ്പം, ആ തമ്പനിയിൽ ഇട്ട് കഴിഞ്ഞപ്പം ധാരാളം പേരെ സരസരൂപേണ പറഞ്ഞു, സാറെന്താ ഇങ്ങനെ, ഇത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കമ്പനിയിലാണോ എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിച്ചു. ഒരു സൗഹൃദ രൂപേണ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ എങ്ങനെ ചിന്തിക്കുക, ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും ചെയ്യുന്ന പോലെ അതേ രീതിയിൽ നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനസ്സിലായി. അപ്പോൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പാത വെട്ടിത്തെളിച്ച് ആ വഴി കൂടെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനത്. ചെറുപ്പം മുതലേ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഏത് മേഖലയിൽ ജോലി ചെയ്താലും എവിടെ ചെയ്താലും നമ്മുടെ ഒരു ടച്ച് എപ്പോഴും ആ മേഖലയിൽ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കയ്യൊപ്പ് വേണം എന്നും. ഇപ്പം ഞാൻ ജോലി ചെയ്ത ഇവിടെ നാട്ടിലായാലും ഗൾഫിലായാലും പലയിടത്തും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്തിടത്തൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു ഇമ്പ്രഷൻ അവിടെ ഉണ്ട്. ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തക്ക രീതിയിലുള്ള ഒരു കയ്യൊപ്പ് ഞാൻ എപ്പോഴും എവിടെ ജോലി ചെയ്താലും അവിടെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ രീതി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇട്ട മെസ്സേജ് ജസ്റ്റ് രാവിലെ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, രാവിലെ 9:10 ഞാനൊരു മെസ്സേജ് ഇടുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം എന്താ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഗുഡ് മോർണിംഗ് ഓൾ. മാർക്കറ്റ് 34 പോയിന്റ് ഗ്യാപ്പ് അപ്പ്. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങൾ പറയാറുള്ളത് പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാർ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിലവിൽ ഏഷ്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാം നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ്. കൊറിയൻ മാർക്കറ്റ് 7% പൊട്ടി, നിക്കായി ജപ്പാൻ 1000 പോയിന്റ് പൊട്ടി. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ എന്താണ്, ഇന്ന് എക്സ്പയറി ഡേ ആണ്. മാക്സിമം ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് പ്രീമിയം മാക്സിമം ഒരുക്കി തീർക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. എങ്കിലും 24,464 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം തൊട്ട് മുകളിൽ 24,500 ഉണ്ട്. അത് കടന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് വരും. 24,376 ഒരു പക്ഷെങ്കിൽ പെട്ടെന്ന് തന്നെ താഴോട്ടെത്താനുള്ള സാധ്യതയുണ്ട്. നിലവിലത്തെ അവസ്ഥ വെച്ച് ഒരു പക്ഷേ എൻ്റെ നിഗമനം തെറ്റാവാം. എന്തായാലും ഞാൻ വിചാരിക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് ഇറങ്ങി വരും എന്നാണ് എൻ്റെ വിചാരം. ഓക്കെ, അത് ഒരു പക്ഷെ തെറ്റാവാം. അത് വെച്ചിട്ട് നിങ്ങൾ ആരും ട്രേഡ് എടുക്കരുത്. ഞാൻ എൻ്റെ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ കൊണ്ട് വിട്ടേക്കാം. അപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് ഇറങ്ങി വരും എന്നാണ്. കാരണം രാവിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഗ്ലോബൽ മാർക്കറ്റ് മുഴുവൻ നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ്. അപ്പം എങ്ങനെയായാലും മാർക്കറ്റ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും അതുപോലെ വരും. ബട്ട് ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് കുറേ നേരം ആടിക്കളിച്ച് നിന്ന് പ്രീമിയം ഒരുക്കും. ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ വോയിസ് ഇട്ടത്. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു താഴോട്ടിറങ്ങി വന്നു. ഈ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ വിട്ടേരെ. അതിനുശേഷം ഈ ഓപ്പണിംഗ് റേഞ്ചിൽ എവിടെയെങ്കിലും ട്രേഡ് PE എടുത്തവർക്ക് ഈ ക്യാൻഡിലിൽ ഈ ഒരു വിക്ക് കാണുന്ന ക്യാൻഡിലോ അല്ലെങ്കിൽ ഈ ക്യാൻഡിലോ ഇറങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഏകദേശം ഞാൻ അവിടെ ട്രേഡ് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. 25,000 PE ഒക്കെ ഒരു 60 രൂപ, 65 രൂപ, 62 രൂപയ്ക്കൊക്കെ ഈ ഓപ്പണിംഗ് റേഞ്ചിലുണ്ടായിരുന്നു. നമുക്കത് ഒരു 80-85 രൂപ വരെ ഈ ഒരു റെഡ് ക്യാൻഡിലിൽ നമുക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, അത് പോട്ടെ. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് നേരെ അവിടുന്ന് ഓപ്പൺ ചെയ്ത് 24,500 ടെസ്റ്റ് ചെയ്തു. ഈ 24,500 ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി വരും തന്നെയായിരുന്നു. ഓക്കെ, ഇവിടുന്ന് മേലോട്ട് എനിക്ക് വ്യൂ ഇല്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഹൈ ഈ വീക്കെൻഡ് ഹൈ SL ഇട്ടുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് നിങ്ങൾക്ക് നോക്കാം എന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ഇല്ലേ, ക്ലിയർ അല്ലേ? അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നെങ്കിലും ഓപ്പണിംഗ് റേഞ്ച് ടെസ്റ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഒന്നുകൂടെ എന്ത് ചെയ്തു, മുകളോട്ട് പോയി. അപ്പോൾ ഈ ഓപ്പണിംഗ് റേഞ്ച് താഴെ വന്നു. എനിക്ക് അറിയത്തില്ല എത്ര പേർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഇവിടെയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സംശയമാണ്. നമ്മളുള്ള കാര്യം പറഞ്ഞപ്പം സാധനം എനിക്ക് തള്ളാൻ വേണ്ടി വേണേൽ പറയാം, ഇവിടുന്ന് ഇവിടം വരെ വന്നില്ല, 50 പോയിന്റ് വീണില്ല എന്നൊക്കെ പറയാം. ബട്ട് ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കേസല്ല. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി. ഇവിടുന്ന് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ
മുകളിലോട്ട് കഴിഞ്ഞപ്പോൾ പലർക്കും ഒരു ധാരണ അറിയാം മാർക്കറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് ബ്രേക്കൗട്ട് അങ്ങോട്ട് പോവുകയാണെന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിക്കാണ്. അതിനിടയിൽ എനിക്ക് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ ഒരാൾ അയച്ചിരുന്നു, സാർ ടെലഗ്രാമിലൊക്കെ 24,600 ടാർഗറ്റ് പറയുന്നതെന്ന് പറഞ്ഞ് പല ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ഉണ്ടെന്നും പറഞ്ഞ് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചത്. നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. അപ്പം ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞ് എന്താ പറയേണ്ടത്, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ അവസരം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കൂടെ ഞാൻ ഇട്ടു ഇല്ലേ. എന്താണ് ആ മെസ്സേജ്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്താണ് ഞാൻ ആ മെസ്സേജ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. 9:10 ഇവിടെയാണ് ഇവിടെ ഇത് ആടിക്ക് കൈ കൊടുത്ത് എന്നെ അല്ല, അത് പോട്ടെ, അതാണോ? ഒരു മിനിറ്റ്. ഒഴിപ്പിച്ച് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. മാന്യത കാണിക്കുന്നവർ മാന്യത തന്നെ കാണിക്കണം. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ജസ്റ്റ് അല്ല, അതല്ല, ആ വോയിസ് അല്ല. ഒരു സെക്കൻഡ്, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നമുക്കിതൊന്ന് കേട്ടോ നോക്കാം. ഹായ്, അപ്പം എല്ലാവരും കാത്തിരിക്കുകയാണ് എൻ്റെ വോയിസിന്. പലരും മെസ്സേജ് അയക്കാനാണ്, സാറിന് വോയിസ്, സാറിന് വോയിസ്, സാറിന്. അപ്പം ഞാൻ ഇവിടെ എത്തിയപ്പം മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഹൈ ഇട്ടിട്ട് ടുഡേ ഹൈ ഈസ് ദ SL ഫോർ ദ PE ലെവേഴ്സും പറഞ്ഞ് ഞാൻ ഒരു മെസ്സേജ് ഇട്ടിരുന്നു ഇല്ലേ. അപ്പോൾ അതിന് ശേഷമാണ്, അപ്പോൾ അവിടെ SL അടിച്ചപ്പോഴാണ് ഇതായി സമാധാനം. എൻ്റെ വാക്കിനകത്ത് അല്ല ഇരിക്കുന്നത്. മാർക്കറ്റ് ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഗ്ലോബൽ മാർക്കറ്റ് മുഴുവൻ നെഗറ്റീവാണ്, മൊത്തം നെഗറ്റീവാണ്. അപ്പൊ അതിനെതിരെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് പർപ്പസ്ഫുള്ളി ഓപ്പറേറ്റർ മാക്സിമം PE-കാരുടെ എല്ലാം പ്രീമിയം ഒരുക്കി തീർത്ത് അവരെ തേച്ച് കഴുകാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പൊ നടക്കുന്നത്. അത് എത്ര കണ്ട് മുകളിലോട്ട് പോകും എന്നുള്ളത് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ കണ്ടറിയാം. എന്തായാലും അത്ര കണ്ട് മുകളിൽ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ പോകുമായിരിക്കാം, പക്ഷെ എന്റെ വിശ്വാസം പോകത്തില്ല എന്നാണ്. ഞാനിങ്ങനെ സത്യം പറഞ്ഞ ഇങ്ങനെ തറപ്പിച്ച് പറയാൻ പാടില്ല, കാരണം അത് എന്നെ എന്താ പറയുന്നത് ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ചിട്ട് മാർക്കറ്റിന് മുകളിലോട്ട് പോകാൻ യാതൊരുവിധ പ്രതീക്ഷകളും മുകളിലോട്ട് പോകാനില്ല. കാരണം ഗ്ലോബലി ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം നെഗറ്റീവാണ്. കേട്ടല്ലോ, വളരെ ക്ലിയർ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. മാർക്കറ്റ് മുകളിലോട്ട് പോകത്തില്ല, മാർക്കറ്റ് താഴോട്ട് തന്നെ വരും. അങ്ങനെ ക്ലിയർ കട്ടായിട്ട് പറയാൻ പാടില്ല സത്യം പറഞ്ഞു, കാരണം മാർക്കറ്റിനെ അങ്ങനെ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ചിട്ട് മാർക്കറ്റ് 100% താഴോട്ട് ഇറങ്ങി എന്നുള്ളത് കാര്യം ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് അവിടെ നല്ലൊരു ഫോള് വന്നു. ഫോളിന് ശേഷം ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഓപ്പണിംഗ് റേഞ്ച് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ താഴോട്ട് പോകുന്നു. വൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ലക്ഷങ്ങൾ ബുക്ക് ചെയ്ത ആൾക്കാർ വരെയുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വഴികാട്ടി മാത്രമാണ്, ഒരു ചൂണ്ടുപലക മാത്രമാണ്. ഓക്കെ, ട്രേഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് പൈസ കിട്ടിയെങ്കിൽ അത് നിങ്ങളുടെ കഴിവാണ്. നത്തിങ് അബൌട്ട് മീ. ഞാനിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഒരു വഴികാട്ടി മാത്രമാണ്. ഓക്കെ, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ്, നിങ്ങളുടെ മൈൻഡ് കൺട്രോള്, നിങ്ങളുടെ എൻട്രി, നിങ്ങളുടെ എക്സിറ്റ്, നിങ്ങളുടെ ന്യായം, നിങ്ങളുടെ മാന്യത, ഇതൊക്കെയാണ് അതിനകത്തിൽ ഏറ്റവും വലിയ പോയിന്റ്. അല്ലാതെ എനിക്കിനകത്ത് തള്ളിമറിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഏതാണ്ട് മഹാസംഭവമാണോ അങ്ങനൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ട്രേഡിംഗ് ലൈഫിലൊരു പാഠമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. പഠിക്കുകയല്ലാതെ വേറെ യാതൊരു പോം വഴിയും ഇതിനകത്തിൽ ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഈ മാർക്കറ്റിനെ ഒരു സുഹൃത്തിനെ പോലെ കാണുക. ഒരു ആത്മാർത്ഥ സുഹൃത്തിന് എങ്ങനെയാണോ ഒരാത്മാർത്ഥ സുഹൃത്തിൻ്റെ മനോവിചാരങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഡെയിലി റൊട്ടീൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ്റെ മുഖഭാവത്തിൽ വരുന്ന, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, മുഖഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പറ്റില്ല. അപ്പോൾ നമ്മൾ മാർക്കറ്റിനെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ കാണുക. അങ്ങനെ കാണുകയാണ്. ഇതൊക്കെ വേണം വിവാദം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, നമ്മൾ ഇതിനെ ശരിക്കും നിരീക്ഷിക്കുകയും പഠിക്കുകയും നല്ല ഒരു ആത്മാർത്ഥ സുഹൃത്തായി കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാവാഭേദങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിവേ, എന്തായാലും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റി. മാർക്കറ്റിലൂടെ നേരെ താഴോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ ഇന്നലത്തെ എൻ്റെ ക്യാപ്ഷനാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. എന്തോ നമ്മൾ പേടിക്കണം എന്നുള്ളൊരു ക്യാപ്ഷനാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇന്ന് അതേ സിനിമയുടെ ഒരു വേറെ ക്ലിപ്പിങ്ങാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നാളെ നമുക്ക് മാർക്കറ്റ് 24,376, പക്ഷേ മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തേക്കുന്നത് 398-ലാണ്. 376 മുകളിൽ, ഈ വരയ്ക്ക് മുകളിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വര നാളെ ഒരു സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സംഗതി. നാളെ ഈ 376 എന്ന് പറയുന്ന വര,
ഓക്കെ, 398 മാർക്കറ്റ് തൊട്ട് മുകളിൽ, വരയുടെ തൊട്ട് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വര നമുക്ക് നാളെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ നിർണായകമായ സംഭവം. ഇപ്പം നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 24,320 പൊട്ടി തകർന്ന് നിൽക്കുകയാണ്. എവിടെയാണ് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഒത്തിരി താഴെ പോയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10-80 പോയിൻറ്റോളം ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഇപ്പം ഓടുന്നത്. US മാർക്കറ്റും ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഓടുന്നത്. അവരുടെ നാസ്ഡാക്ക് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. ഗോൾഡും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. US അവിടെ നമ്മുടെ ഓയിൽ തിരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ 70 മുകളിൽ പോയി US ഓയിൽ. കാരണം ഹോർമൂസിൽ 2 വെസലിനെ അവർ ആക്രമിച്ചിട്ടുണ്ട്, IRGC. അപ്പം അത് ഒരു അൺസർട്ടനിറ്റി. ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ ഒരു കൊണ്ട് കളിക്കുന്ന കളികൾ പിന്നെ അത് ഫലത്തിൽ വരുമ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഖമേനിയുടെ കബറടക്ക സമയമാണ്. ആ സമയത്തിനിടയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വേണം ഇപ്പം നിങ്ങളെ തീർത്ത് കളയാം, അല്ലെങ്കിൽ നശിപ്പിക്കും, നാളെ പല ഡയലോഗുകൾ വരുന്നുണ്ട്. ഈ ഡയലോഗുകളൊക്കെ തിരിച്ചു വരുന്നത് ഇങ്ങനെയുള്ള സൈസ് പണിയായിട്ടാണ് അവർ IRGC തിരിച്ചടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അൺസർട്ടനിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഈ 60 ദിവസവും മാർക്കറ്റ് ഒരു പരിധി വിട്ട് എങ്ങോട്ട് പോകാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓപ്ഷൻ സെല്ലിങ്ങിന് നല്ല ചാൻസ് ഉള്ള സമയമാണ് ഇപ്പോഴെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഓക്കെ, അപ്പോൾ ഈ 60 ദിവസത്തിനകം മാർക്കറ്റ് ഇവിടെ കിടന്ന് തന്നെ ഇങ്ങനെ കറങ്ങി കളിക്കും. പിന്നെ നമ്മുടെ റിസൾട്ടുകൾ വരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെ നിങ്ങൾ ആവർത്തന റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പം മാർക്കറ്റ് നാളെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വീണ്ടും നാളെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം രാത്രി എന്ത് വേണേൽ സംഭവിക്കാം. കോഴി കൂവാൻ ഇനിയും നേരം നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റ് കാണും. അപ്പം വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഓക്കെ, അപ്പം എന്താണ് സംഭവിക്കുന്നുള്ളത് രാത്രികളിൽ അല്ലെങ്കിൽ രാവിലെ നേരം വിളിക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ, എനിവേ എന്തായാലും നാളെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഗോൾഡിൻ്റെ കാര്യം ഇവിടെ നോക്കിയേക്കാം. ഗോൾഡ് കണ്ടോ? ഗോൾഡ് ആണെങ്കിലും മുമ്പേ കയറിയിൽ വീണ്ടും തിരിച്ച് പൊട്ടിത്തുടങ്ങി. അപ്പം എല്ലാം കൊണ്ടും ഒരു അല്പം ആശങ്കാജനകമാണ് കാര്യങ്ങൾ. അപ്പം നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ 376 ഇത് മാത്രമേ ഉള്ളൂ. 376 സപ്പോർട്ട് എടുക്കുന്നത് നോക്കുക. ഇത് സപ്പോർട്ട് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് 24,251 നമ്മൾ വീണ്ടും കാണേണ്ടി വരും. അപ്പം ഇത്രയൊക്കെയാണ് ഈ നിഫ്റ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ BSEയുടെ കാര്യം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നു. നല്ല വൃത്തിയായിട്ട് BSE ഇന്നും പൊട്ടി. അപ്പം ട്രേഡ് എടുത്തവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇന്നത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അത് മറ്റുള്ളവർക്ക് കൂടെ ഒരു പ്രചോദനമാകുമല്ലോ. അതുകൊണ്ട് എനിക്കറിയാം സ്ഥിരമായിട്ട് നമ്മുടെ പിന്നെ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ നിങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ മറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ കയ്യെ പിടിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, കമൻറ്റ് ചെയ്യൂ, നിങ്ങൾ ലൈക്ക് അടിക്കുമെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരവരുടെ ഹൃദയത്തിൽ തോന്നി ചെയ്യുകയാണെന്ന് അതായിരിക്കും നല്ലത്. തല്ലി പഴിപ്പിക്കുന്ന മാമ്പഴത്തിന് രുചി കുറവായിരിക്കും, ഇല്ലേ? സ്വയം മാവേ നിന്ന് പഴുക്കണം എന്ന് പറഞ്ഞാൽ സ്വയം തോന്നി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഓക്കെ, പോട്ടെ, വിഷയം നമ്മുടെ അതല്ല. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ തന്നെ ആ വരയ്ക്കകത്താണ് ഈ കൂട്ടിൽ തന്നെ കിടന്ന്, ഇന്നലെ ഈ കൂട്ടിലായിരുന്നു, ഇന്ന് ഈ കൂട്ടിലാണ്. ആ കൂട് പൊട്ടിച്ച് അങ്ങോട്ട് പോകുന്നു, ആ വഴിക്കായിരിക്കും ബാങ്ക് നിഫ്റ്റി പോകുന്നത്. മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ദയനീയമാണ്. ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മുടെ BSE പൊട്ടിയതിൻ്റെ ഒരു എഫക്റ്റ് ഇതേ കണ്ട് പിന്നെ പിടിച്ചു നിർത്തിയത് ആരാണെന്നറിയാമോ? BSE പിടിച്ചു നിർത്തിയത് ഹീറോ മോട്ടോകോപ്പാണ്. 51 പോയിൻറ്റ് ഹീറോ മോട്ടോകോപ്പും പിന്നെ പോളിക്യാബും HDFC AMCയും കോഫോർജും പിന്നെ പെർസിസ്റ്റൻസ് സിസ്റ്റവും അവർ എല്ലാവരും കൂടെ ചേർന്നതാണ് അവരെല്ലാവരും കൂടെ ഒത്തുചേർന്നാണ് അറ്റ്ലീസ്റ്റ് ഒന്ന് പിടിച്ചു നിർത്തിയത്. പൊട്ടി താഴെ പോകാതെ പിടിച്ചു നിർത്തിയത് ഈ പറയുന്ന ബാക്കിയുള്ള സ്റ്റോക്കുകളെല്ലാം കൂടെ. അപ്പോൾ ഇപ്പോഴും 590 ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാതെ ഒരു രക്ഷയില്ല. 590 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡ് കിട്ടില്ല, പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 14,523 നമ്മൾ കാണേണ്ടി വരും. അപ്പം ഇത്രയൊക്കെയാണ്. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. സെൻസെക്സ് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സെൻസെക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാർക്കറ്റ് 78-103 റേഞ്ചിലാണ്. 180 ക്ലോസിങ്. ഈ വരയ്ക്ക് മുകളിലാണ്, നമ്മുടെ വരയുടെ തൊട്ട് മുകളിലാണ് ക്ലോസിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വര നിലനിർത്തുന്നതുകൊണ്ട് നോക്കുക. നാളെ സെൻസെക്സിൽ നമുക്ക് 103 എന്ന് പറയുന്ന ഈ ലൈന് നിലനിർത്തുന്നുണ്ട് നോക്കുക. ഇത് പൊട്ടിയാൽ
നേരെ 77,630 കിട്ടും. അല്ല മുകളിലോട്ട് പോവുകയാണെങ്കിൽ 78,670 കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നിലവിൽ 4 ഇൻഡെക്സിലും പറയാനുള്ളത്. അപ്പം ഇന്നത്തെ കാര്യം കണ്ടല്ലോ നിങ്ങൾ. അതുകൊണ്ട് പഠിക്കുക അല്ലാതെ വേറെ അക്ഷമയോടെ അവസരത്തിന് വേണ്ടി കാത്തിരുന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.